ഈ കേക്കൊന്ന് നോക്കിയേ, എന്ത് രസമാണല്ലേ അതിൻ്റെ ടെക്സ്ചർ. കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറുന്നു. നല്ല ജ്യൂസി ആയിട്ടുള്ള, സോഫ്റ്റ് ആയിട്ടുള്ള, മെൽട്ടിങ് ടേസ്റ്റോട് കൂടിയ ആ ചോക്ലേറ്റ് കഴിക്കാൻ നമുക്കൊക്കെ കൊതിയാണല്ലേ. ഏതൊരു ഹോം ബേക്കേഴ്സിൻ്റെയും ഒരാഗ്രഹമാണ് ഇതുപോലുള്ള നല്ല മെൽട്ടിങ് ആയിട്ടുള്ള, ജ്യൂസി ആയിട്ടുള്ള, സോഫ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുക എന്നുള്ളത്. പക്ഷേ പലപ്പോഴും നാം ഉണ്ടാക്കുമ്പോൾ നമുക്കതിന് സാധിക്കാറില്ല. അതിന് പറ്റിയ 3 സീക്രട്സ് ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ കുറച്ച് ടിപ്സുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. പലപ്പോഴും നാം ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഹാർഡായിട്ടുണ്ടാകും, അല്ലെങ്കിൽ നൈഫ് കൊണ്ട് മുറിച്ചാൽ പൊട്ടിപ്പോകുന്നു, അങ്ങനെ മുകളിൽ പൊട്ടിയ രീതിയിലൊക്കെ. പക്ഷേ ചില ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെ മനോഹരമായിട്ടുള്ള, വളരെ സ്വാദേറുന്ന, രുചികരമായ ചോക്ലേറ്റ് കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഈ കേക്കുകൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ഓയിൽ യൂസ് ചെയ്തിട്ടുള്ള കേക്ക് നല്ല സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് ആയിട്ടും, ബട്ടർ യൂസ് ചെയ്തിട്ടുള്ള കേക്ക് കുറച്ച് ഡെൻസായിട്ടുമാണ് ഇരിക്കുന്നത്. കാരണം ഓയിൽ യൂസ് ചെയ്തിട്ടുള്ള കേക്ക് 2 ദിവസം ഇരുന്നാൽ പോലും നല്ല മോയിസ്റ്റ് ടെക്സ്ചർ ആയിരിക്കും. പക്ഷേ ബട്ടർ ഇരിക്കും തോറും റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ പോലും കൂടെ ഹാർഡാകുന്നു, ഡെൻസ് ആകുന്നു. മാത്രമല്ല കൊക്കോ പൗഡർ ഓയിലിൽ നന്നായി ബ്ലെൻഡ് ആകുന്നു. അതുകൊണ്ട് ചോക്ലേറ്റിൻ്റെ ആ ഇൻറ്റൻസ് ടേസ്റ്റും ലഭിക്കുന്നു. സോ ഫസ്റ്റ് സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഈസ് ഓയിൽ. അടുത്ത 2 സീക്രട്ട് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ബട്ടർ മിൽക്ക് ഓർ സോർ ക്രീം. ബട്ടർ മിൽക്കിലും സോർ ക്രീമിലും അസിഡിറ്റി പ്ലസ് ഫാറ്റ് ഉള്ളതുകൊണ്ട് നമ്മുടെ കേക്കിന് പറഞ്ഞറിയിക്കാനാവാത്ത ഒരു സോഫ്റ്റ്നെസ് ഇവ ചേർക്കുന്നത് മൂലം ഉണ്ടാകുന്നു. മാത്രമല്ല കൊക്കോയുടെ റിച്ച്നെസ്സും ഇരട്ടിയാക്കുന്നു. ഇനി ബട്ടർ മിൽക്ക് നമ്മുടെ വീട്ടിലില്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻ്റായി തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. കുറച്ച് പാലിൽ അല്പം നാരങ്ങ നീര് ചേർത്ത് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ ഇൻസ്റ്റൻറ്റ് ബട്ടർ മിൽക്ക് റെഡി. സോർ ക്രീം ഒരു ഡയറി പ്രോഡക്റ്റ് തന്നെയാണ്. ലാക്റ്റിക് ആസിഡിൻ്റെ സാന്നിധ്യമുള്ള നേർത്ത പുളിയുള്ള ഒരു ക്രീമാണ്. ഇത് രണ്ടും നമ്മുടെ ചോക്ലേറ്റ് കേക്കിനെ അൺബിലീവബിൾ സോഫ്റ്റ് ആക്കുന്നു. ഇനി കുറച്ച് എക്സ്ട്രാ ടിപ്സ് കൂടെ പറഞ്ഞു തരാം, ശ്രദ്ധിച്ച് കേൾക്കണേ. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ചോക്ലേറ്റ് കേക്കിൽ ബ്രൗൺ ഷുഗർ ഉപയോഗിച്ചാൽ കേക്കിന് കൂടുതൽ മോയ്സ്ചർ ടെക്സ്ചർ കിട്ടുന്നു. സാധാരണയുള്ള ഷുഗറിനെ കഴിഞ്ഞും കൂടുതലായി നാം ഉപയോഗിക്കേണ്ട ഒരു ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് ബ്രൗൺ ഷുഗർ. ബ്രൗൺ ഷുഗർ പറഞ്ഞിരിക്കുന്ന നിശ്ചിത അനുപാതത്തിൽ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, മോയിസ്റ്റ് ആയിട്ടുള്ള, നല്ല ഡാർക്കായിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് നമുക്ക് ലഭ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഹോട്ട് വാട്ടർ. ഇതൊക്കെ എക്സ്ട്രാ ടിപ്സുകളാണ് കേട്ടോ. കുറച്ച് ഹോട്ട് വാട്ടർ, അതിനകത്ത് കുറച്ച് കോഫി പൗഡർ ചേർത്ത് നമ്മൾ ചോക്ലേറ്റ് കേക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ കേക്ക് കൂടുതൽ മോയിസ്റ്റ് ആവുമെന്ന് മാത്രമല്ല ആ ചോക്ലേറ്റിൻ്റെ ഇൻറ്റൻസ് ടേസ്റ്റും നമുക്ക് ലഭിക്കും. അങ്ങനെ നാം ഉണ്ടാക്കിയെടുക്കുന്ന ചോക്ലേറ്റ് കേക്ക് നാവിൽ രുചിയൂറുന്ന, കൊതിയൂറുന്ന, ഇതുപോലുള്ള മെൽട്ടിംഗ് ആയിട്ടുള്ള, നല്ല മനോഹരമായിട്ടുള്ള, ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ചോക്ലേറ്റ് കേക്ക് ഫ്രോസ്റ്റ് ചെയ്യുമ്പോൾ ഒഴിവാക്കാനാകാത്ത മറ്റൊന്നാണ് ചോക്ലേറ്റ് ഗണാഷ്. നല്ല സിൽക്കി സ്മൂത്ത് ടെക്സ്ചറോട് കൂടിയിട്ടുള്ള ചോക്ലേറ്റ് ഗണാഷ് നമ്മുടെയൊക്കെ ഒരു സ്വപ്നമാണ്, ആഗ്രഹമാണ് അല്ലേ? അപ്പോൾ സിൽക്കി ചോക്ലേറ്റ് ഗണാഷിൻ്റെ റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.